ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഇലയട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നല്ലപോലെ പഴുത്ത ഒരു ഏത്തപ്പഴവും 2 പച്ചപ്പഴവുമാണ് എടുത്തിരിക്കുന്നത്. റോബസ്റ്റ പഴം എന്ന് പറയുന്ന പഴം. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലോട്ടാക്കി നല്ലപോലെ ഒന്ന് പേസ്റ്റ് കണക്കൊന്ന് അരച്ചെടുക്കണം. 2 പഴവും കൂടി നല്ലപോലെ കൈ കൊണ്ട് ഞെവിടിയാൽ ശരിയാവില്ല, അതുകൊണ്ട് അരച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരു ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്, നമുക്കത് അരച്ചെടുക്കാം. അത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഗോതമ്പ് മാവിടാം. ആവശ്യത്തിനനുസരിച്ചുള്ള മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് ഇടാം. എന്നിട്ട് ആ ഗോതമ്പ് മാവിൻ്റെ കൂടെ കുറച്ച് മൈദ മാവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് മാവിൻ്റെ അത്രയും വേണ്ട, അതിൽ കുറച്ച് മതി. അത്രയും അളവിലെടുക്കണ്ട, കുറച്ച് മതി. മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തേങ്ങയുടെ കൂടെ തന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ശർക്കരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുത്ത ശർക്കരയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന പഴം അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കുറച്ച് ഉപ്പും കുറച്ച് നെയ്യും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഏലക്ക ചതച്ചെടുത്തതും ശകലം ഉപ്പ് ചേർക്കണം. അത് മധുരം ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശകലം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ മധുരത്തിൻ്റെ അത് ബാലൻസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ശകലം നെയ്യും കൂടെ ചേർത്ത് വേണം ഈ മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കാൻ. നെയ്യും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ കൈവച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ച് ശരിയാക്കി എടുക്കാം. ഇനി അത് നല്ലതുപോലെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. കാര്യം ഇതിൽ ആ പേസ്റ്റിൽ വെള്ളത്തിൻ്റെ ഇതുള്ളത് കൊണ്ട് അതിൽ തന്നെ അങ്ങ് നല്ലപോലെ ഞെവിടിയെടുക്കാം. പിന്നെ വേണമെങ്കിൽ ശകലം കൂടെ വെള്ളം ചേർത്താൽ മതി. അങ്ങനെ മാവ് നല്ലപോലെ ഞെവിടിയെടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു ഇലയിലോട്ട് നമുക്ക് പരത്തിയെടുക്കാം. കുറേശ്ശെ മാവെടുത്ത് പരത്തിയെടുക്കാം. ഈ ഇല കീറിയെടുത്തപ്പോഴത്തേനെല്ലാം അങ്ങ് പൊട്ടിപ്പോകുന്നു. അതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിലോട്ടിട്ട് ഇല എത്തി വാട്ടിയെടുത്ത്. അതാണ് അതിൻ്റെ കളർ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പൊട്ടത്തില്ല. ഇനി അതിലോട്ട് നല്ലതുപോലെ നൈസായിട്ട് പരത്തിയെടുക്കാം. കട്ടിയില്ലാതെ പരത്താം. പിന്നെ അകത്തിനി ഒന്നും വെക്കില്ല. തേങ്ങയും ശർക്കരയും എല്ലാം കൂടി ഞെവിടിയത് കാരണം ഇനി അകത്തൊന്നും വെക്കേണ്ട കാര്യമില്ല. നല്ല മധുരമായിരിക്കും. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവും എല്ലാം ഒന്ന് ഇലയിൽ ഇതേ കണക്ക് പരത്തിയെടുക്കാം. കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇതേ കണക്ക് പരത്തിയെടുക്കാം. എല്ലാം ഈ വെള്ളത്തിലോട്ട് കൈ നനച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് പരത്തി റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് എല്ലാം പരത്തി റെഡിയാക്കി എടുക്കാം. അങ്ങനെ പരത്തി റെഡിയാക്കി അടുപ്പിൽ വെച്ച ഇത് വെന്ത് നല്ല പരുവമായി കിട്ടി. ഇനി അത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് എടുത്ത് വയ്ക്കാം. ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചിട്ട് കഴിക്കാനായിട്ട് എടുക്കാം.
നല്ല ടേസ്റ്റുള്ള ഇലയുടെയാണിത്. നല്ല സോഫ്റ്റായിട്ടിരിക്കും. നല്ല ഇലയുടെയാണ്. ഇല കട്ടി കുറച്ച് പരത്തിയെടുക്കുമ്പോൾ നല്ലതാണ്. നല്ല നല്ല ഇലയുടെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.